നമ്മുടെ സംസ്ഥാനത്തെ സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു സാമ്പത്തിക ധനസഹായ പദ്ധതികളിലൊന്ന് സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി. നിലവിൽ 2025 സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന പദ്ധതി 2026 ഫെബ്രുവരി മാസം മുതൽ അതിൻ്റെ തുക വിതരണവും ആരംഭിച്ചിരുന്നു. 31 ലക്ഷത്തോളം വരുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് അല്ലെങ്കിൽ അമ്മമാർക്ക്, വനിതകൾക്ക് അവർക്ക് വേണ്ടി പ്രതിമാസം 1000 രൂപ വീതമാണ് പെൻഷൻ നൽകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഇതിൽ 2 ഗഡുക്കൾ കഴിഞ്ഞ പ്രാവശ്യം വിതരണം ചെയ്തിട്ടുണ്ട്. അതായത് ഫെബ്രുവരി മാസത്തെ തുക, അതോടൊപ്പം തന്നെ മാർച്ച് മാസത്തെ ധനസഹായവും. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. തുക വിതരണവുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെ തുടർന്നുള്ള മാസങ്ങളിൽ ഇലക്ഷന് ശേഷം, അതായത് തിരഞ്ഞെടുപ്പ് റിസൾട്ട് എല്ലാം വന്ന ശേഷമുള്ള ഇതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട്, അതിനുശേഷം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് സ്മാർട്ട് ഫോൺ വഴി നമ്മൾ ഇതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് 3 പ്രധാന കാര്യങ്ങളാണ് വീഡിയോയിൽ ചേർത്തിട്ടുള്ളത്. ഏറ്റവും ആദ്യത്തേത് ഏപ്രിൽ മാസത്തെ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നിലവിൽ വിതരണം ഈ ആഴ്ചയോടെ ആരംഭിക്കുമെന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളത്. അതായത് 13-ാം തീയതി മുതൽ വിതരണ കാര്യങ്ങൾക്ക് സർക്കാർ തുടക്കം കുറിക്കും. ഏപ്രിൽ മാസത്തെ തുക വിതരണം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയായതായിട്ടാണ് നിലവിൽ അറിയിപ്പ് വന്നിട്ടുള്ളത്. നിലവിൽ DBT സംവിധാനങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വൈകാതെ 18 ലക്ഷത്തിന് മുകളിൽ വരുന്ന ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും തുക ട്രാൻസ്ഫർ ചെയ്യുക. ഇതിൽ തന്നെ അർഹതയുള്ളവർ, അതായത് റിജക്റ്റ് ആയവരുണ്ട്, അതോടൊപ്പം തന്നെ അപേക്ഷ മടങ്ങിയവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ആളുകളുടെ എണ്ണം കുറച്ച ശേഷം ബാക്കിയുള്ള എല്ലാവർക്കും തന്നെ ധനസഹായം എത്തിച്ചേരുന്നതായിരിക്കും. ഇനി അത് മാത്രമല്ല, അപേക്ഷ സമർപ്പിച്ചിട്ട് അപ്രൂവ് ആയതാണോ അല്ലയോ എന്ന് അറിയത്തില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ അപേക്ഷ വെച്ച ഓൺലൈൻ സർവീസ് സെൻ്ററുമായി ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ വഴി ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കാൻ സാധിക്കും. ആ രീതിയിൽ ചെക്ക് ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും ഇതുതന്നെയാണ്, സ്മാർട്ട് ഫോൺ വഴി പരിശോധിക്കുന്ന സംവിധാനം. പെൻഷനുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളായതുകൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ വിവരങ്ങളും സേവന എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കും. ഇവിടെ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ പോലുള്ള മറ്റ് സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കുന്ന സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ തിരച്ചിൽ എന്ന് പറയുന്ന ഒരു പ്രധാന സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ലഭിച്ചിട്ടുള്ള പെൻഷനർ ഐഡിയോ അല്ലെങ്കിൽ നമ്മൾ സമർപ്പിച്ചിട്ടുള്ള നമ്മളുടെ ആധാറിൻ്റെ നമ്പരോ, അതല്ല എങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പിച്ച സമയത്ത് സ്മാർട്ട് ഒരു ഫയൽ ആപ്ലിക്കേഷൻ നമ്പർ കിട്ടിയിട്ടുണ്ടാകും. ആ ഫയൽ നമ്പർ ഉപയോഗിച്ച് നമുക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ സാധിക്കും. നിലവിൽ നമുക്ക് എത്ര ഗഡുക്കൾ ലഭ്യമായിട്ടുണ്ട് എന്നുൾപ്പെടെ ഇവിടെ കാണാൻ സാധിക്കും. അത് ക്രെഡിറ്റ് ആയ അക്കൗണ്ട് വിശദാംശങ്ങൾ ഉൾപ്പെടെ കാണാൻ സാധിക്കും. അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. നമ്മളുടെ പേഴ്സണൽ ഇൻഫർമേഷനും കാണാൻ സാധിക്കും. ആ രീതിയിൽ നമുക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. അപ്രൂവ് ആയിട്ടില്ല എങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട ഓൺലൈൻ സർവീസ് സെൻറ്ററിൽ എത്തിച്ചേർന്ന് ഡോക്യുമെൻറ്റുകൾ വെരിഫൈ ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് റീസബ്മിറ്റ് ചെയ്യുകയും വേണം. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മെയ് മാസം മുതൽ, അതായത് ഇലക്ഷൻ റിസൾട്ടൊക്കെ വന്ന ശേഷമുള്ള ഈ പെൻഷൻ്റെ തുടർ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നാണ്. ഒരുപാട് ആളുകൾ പുതിയ സർക്കാർ വരുമ്പോൾ പദ്ധതി നിർത്തലാക്കും എന്നൊക്കെയുള്ള പല സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. അതായത് ഈ പദ്ധതി ഇനി തുടരുമോ വേണ്ടയോ എന്നൊക്കെ പുതിയ സർക്കാരാണ് തീരുമാനിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ. എന്നാൽ നിലവിൽ ഇത് സംസ്ഥാന സർക്കാർ മന്ത്രിസഭയിൽ അംഗീകാരം നൽകി സർക്കാർ ഉത്തരവിലൂടെ നടപ്പിലാക്കി വന്ന പുതിയൊരു പെൻഷൻ പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ഏത് ഗവൺമെൻറ് അധികാരത്തിൽ വന്നെങ്കിലും ഈ പദ്ധതി തുടരുക തന്നെ ചെയ്യും. അതുമാത്രമല്ല, വലിയൊരു തുക തന്നെ ഈ ഒരു പദ്ധതിയുടെ രൂപീകരണത്തിനും നടത്തിപ്പിനും വേണ്ടി ചിലവായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി നിർത്തലാക്കുകയല്ല, തുക ഒരുപക്ഷെ വർദ്ധിപ്പിക്കുകയോ, അതായത് 2000 രൂപ വരെയൊക്കെ ആക്കുകയോ, അതോടൊപ്പം തന്നെ APL വിഭാഗത്തിലെ കാർഡുകൾക്കൊക്കെ ഒരുപക്ഷെ അപേക്ഷ വയ്ക്കാൻ അർഹത നൽകുകയോ ഒക്കെ ചെയ്യാനായിട്ട് പുതിയ സർക്കാരിന് സാധിക്കും. ഈ രീതിയിൽ പദ്ധതിയിൽ വിപുലീകരണങ്ങൾ സാധ്യമാണ്. പദ്ധതി നിർത്തുന്നില്ല, പകരം കൂടുതൽ ഭേദഗതിയോടെ നടപ്പിലാക്കാനാണ് സാധ്യത. അപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ കൂടുതൽ ആളുകൾക്ക് അപേക്ഷ വെക്കാനും സാധിക്കുന്നതായിരിക്കും. ഇനിയും അപേക്ഷ വെക്കാത്തവർക്ക് അവസരമുണ്ട്. നിലവിലിപ്പോൾ സാധിക്കുന്നത് BPL, AVO, റേഷൻ കാർഡ് പേരുള്ള ഗുണഭോക്താക്കൾക്കാണ്. അതും 35-നും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.